ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ഒഴിച്ചുകറിയാണ്. വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ കൊണ്ട് ഈ രീതിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് 100 ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അതൊരു 10-13 വെണ്ടയ്ക്കയോളം ഉണ്ടാകും. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അധികം മൂത്ത് പോകാത്ത ഇളം വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ചുവന്നുള്ളി എടുക്കുന്നുണ്ട്. ചുവന്നുള്ളിക്ക് പകരം സവാള ഉപയോഗിക്കാവുന്നതാണ്. ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സവാളയേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് നമുക്ക് കറിക്ക് വരുന്നത് ചുവന്നുള്ളി ഉപയോഗിക്കുമ്പോഴാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കൊരു 3 പച്ചമുളക് കീറിയത് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഹാഫ് കുക്കായി വരും. അപ്പോൾ അങ്ങനെ ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വെണ്ടയ്ക്കയൊക്കെ അതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ ചെറിയുള്ളി ഇതുപോലെ 2ആയിട്ട് കീറി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയാണ് എടുക്കുന്നതെങ്കിൽ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 2 കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. രണ്ടോ 3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ തക്കാളിയൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ മെയിനായിട്ട് പച്ചമുളകാണ് എരിവിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടി അധികം ഉപയോഗിക്കേണ്ടതില്ല. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കി എടുക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കണം.
ചെറിയ ജീരകം, പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 2-3 കറിവേപ്പില കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കറിയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് വന്നിട്ടുള്ളത്. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കറി തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി തിളച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് വേണ്ട വറവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ വറവിടുന്നതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 3 ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കണം. ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂക്കുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കൂടാതെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു നാടൻ ഒഴിച്ചുകൂട്ടാനായതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു തനത് രുചി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വറവൊക്കെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തക്കാളിയും വെണ്ടയ്ക്കയും ഉപയോഗിച്ചിട്ടുള്ള നാടൻ ഒഴിച്ചുകറിയാണ്. ഇത് നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാൻ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.